बनी हुई मोनालिसा है। और आप लोगों से जैसे मैंने कहा था कि मेरी अगली फिल्म द डायरी ऑफ मणिपुर में मैं इनको और मैं कहीं बम्बई वगैरह कहीं नहीं गई, अभी मैं मध्य प्रदेश में हूँ। എല്ലാവർക്കും നമസ്കാരം. മൊണാലിസ ബോസ്ലെ എല്ലാവർക്കും അറിയാലോ, റീസെന്റ് ഒരു മുസ്ലിം യുവാവിനെ കല്യാണം കഴിച്ചു. അത് എന്തുകൊണ്ടാണ് എടുത്തു പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മൊണാലിസ ബോസ്ലെ ഹിന്ദു കുട്ടിയാണ്. അത് നമ്മുടെ കേരളത്തിൽ വന്നിട്ടാണ് കല്യാണമൊക്കെ കഴിച്ചത്. അത് തന്നെ ഒരു കോൺട്രവേഴ്സി ആയിട്ട് നിൽക്കുകയാണ്. ആ ഒരു കോൺട്രവേഴ്സി ഇതുവരെ സത്യം പറഞ്ഞാൽ കെട്ടടങ്ങിയിട്ടില്ല. ഇങ്ങനെ ഈ ലവ് ജിഹാദ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഒരു രീതിയിൽ ചർച്ച നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ അന്ന് എന്റെ വീഡിയോയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്കങ്ങനെ ഫീൽ ചെയ്തു. കാരണം ഇവിടെ വന്ന് ഇവിടെ കെട്ടി ഇവരുടെ ഷൂട്ടിംഗ് ചെയ്യുന്ന സിനിമയ്ക്ക് റീച്ച് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഇവരെ മൊത്തത്തിൽ ഒന്നുകൂടി ലൈം ലൈറ്റിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി കാണിച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ നിന്ന് ഇവിടെ കെട്ടിയതുകൊണ്ടാണ് കേട്ടോ. ഇനി അതുപോലെ നോട്ടീസ് ബോർഡിൽ ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നും ഇടാത്തത് കൊണ്ടും എന്തൊക്കെയോ നല്ല ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 18 വയസ്സായെന്ന് പറയുന്നുണ്ട്, ആയില്ലെന്ന് പറയുന്നുണ്ട്, 17 ആയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറെ അധികം കോൺട്രവേഴ്സി നിലനിൽക്കുന്നുണ്ട്. 18 വയസ്സായിട്ടില്ലെങ്കിൽ അത് വേറെ പരിപാടിയാണ്. അതും ആദ്യം ഒന്നും മനസ്സിലാക്കുക. എന്തായാലും കെട്ടിച്ചു കൊടുത്തതും ഇവിടുത്തെ മലയാളികൾ എല്ലാവരും കൂടിയൊക്കെ ചേർന്നാണല്ലോ, പാർട്ടിക്കാരൊക്കെ ചേർന്നിട്ടാണല്ലോ. അങ്ങനെ 18 വയസ്സാകാത്തൊരു കുട്ടിയെ പിടിച്ച് എല്ലാവരും കൂടിയൊക്കെ ചേർന്ന് അങ്ങോട്ട് അമ്പലത്തിൽ വെച്ച് കെട്ടിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ പണി അവന്മാർക്കും കിട്ടും, പാലും വെള്ളത്തിൽ മാത്രമല്ല അണ്ണാക്കിലും കിട്ടും. അങ്ങനെ ഒരു വിഷയം കൂടി ഇതിന്റെ ഇടയിൽ നിലനിൽക്കുന്ന സമയത്താണ് പുതിയൊരു കോൺട്രവേഴ്സി വരുന്നത്. പുതിയൊരു കോൺട്രവേഴ്സി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തന്റെ സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള സരോജ് മിശ്ര തന്നോട് 10ലേറെ തവണ മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ് മീറ്റിൽ വന്നിരുന്ന് പൊട്ടിക്കരയുകയാണ് ഈ പെൺകുട്ടി. സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ വിചാരിച്ചു ഇതും ഒരു റീച്ചിന് വേണ്ടിയിട്ട്, ലൈം ലൈറ്റിന് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ മറ്റേ ഫർഹാൻ ഖാനുമായിട്ടുള്ള കല്യാണ വിവാദത്തിൽ നെഗറ്റീവ് നിറഞ്ഞത് കൊണ്ട് അതിനൊരു തിരിച്ചടിയായിട്ട് ജനങ്ങളുടെ സഹതാപം കിട്ടാൻ വേണ്ടിയിട്ട് ഈ മൊണാലിസ ബോസിൽ ഇറക്കിയ ഒരു പ്രസ് മീറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. ആദ്യം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, ഇന്ന് റീച്ചിന് വേണ്ടിയിട്ട് പലരും പലതുമൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് അതുകൊണ്ട് തെളിവുകളൊന്നും ഇല്ലാണ്ട് നമുക്ക് പ്രത്യേകിച്ച് സംസാരിക്കാൻ പറ്റാത്തൊരു ഘട്ടത്തിലോട്ടാണ് പോകുന്നത്. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്ത്, നമ്മൾ സരോജ് മിശ്രയുടെ ഒരു കുറച്ച് ഹിസ്റ്ററി ഒന്ന് തൂക്കിയായിരുന്നു. ഹിസ്റ്ററി തൂക്കിയ സമയത്ത് അത്ര വെടിപ്പല്ല. എന്തായാലും മൊണാലിസ ബോസിലെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് പ്രസ് മീറ്റിൽ വന്നിട്ട് ഇവനെ പറ്റിയിട്ട് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. कोई अच्छा इंसान नहीं है, मुझे 10 बार ऐसे टच किया सनोज मिश्रा ने, और वहाँ मैंने मेरी फैमिली वालों को बोला कि मुझे सनोज मिश्रा ने टच किया. मेरी फैमिली ने वहाँ मेरा साथ नहीं दिया. मुझे पता है कि मुझ पे क्या बीती है क्या नहीं. मेरे साथ अन्याय हुआ है, मुझे सिर्फ और सिर्फ इंसाफ चाहिए. सनोज मिश्रा ने मुझे 2 बार टच किया और वहाँ मैंने मेरी पूरी फैमिली को बोला, नहीं आपकी पहली मूवी है, क्या पहली मूवी के लिए मुझसे रेप करवाओगे? ഓക്കെ, നല്ല പോലെ പൊട്ടിത്തെറിച്ച് കരഞ്ഞുകൊണ്ട് ആണ് ഈ പ്രസ് മീറ്റ് മൊണാലിസ ബോസിലെ കൊടുത്തിട്ടുള്ളത്. അതിൽ പറയുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സരോജ് മിശ്ര എന്ന് പറയുന്ന വ്യക്തി തന്നോട് 10ലേറെ തവണ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. ആദ്യത്തെ തവണ കഴിഞ്ഞ് 2ാമത്തെ തവണ എന്തോ ആയപ്പോ തന്നെ വീട്ടുകാരോട് പറഞ്ഞപ്പോ വീട്ടുകാർ പറഞ്ഞു, മോളെ സിനിമയല്ലേ, മോളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യ്, സിനിമയിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കും. കാരണം വീട്ടുകാർക്ക് എങ്ങനെയെങ്കിലും മോളെ വെച്ചിട്ട് 10 പൈസ ഉണ്ടാക്കിയാൽ മതി എന്നുള്ള മൈൻഡ് സെറ്റ് ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തന്തേന്നുള്ളയും പറയത്തില്ലല്ലോ ഒരിക്കലും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സിനിമയല്ലേ മോളെ, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ സംഭവിക്കും. നമ്മൾ അതൊന്നും കാര്യമാക്കണ്ട. ഈ ഒരു സെറ്റപ്പിൽ ഏതെങ്കിലും വീട്ടുകാർ ഏതെങ്കിലും മകളോട് പറയുമോ? എന്ത് കോടി തരാന്ന് പറഞ്ഞാലും എന്ത് തേങ്ങ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏതെങ്കിലും വീട്ടുകാർ സ്വന്തം മക്കളോട് ഇങ്ങനെ പറയും, മോളെ അത് അഡ്ജസ്റ്റ് ചെയ്തില്ല കുഴപ്പമില്ലെന്ന്. എത്ര പണം കിട്ടുമെന്ന് പറഞ്ഞാൽ, എത്ര ഫെയിം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല. അന്തസ്സും അഭിമാനമുള്ള ഒരു തന്തയും തള്ളയും ഒരിക്കലും ഒരു മക്കൾക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവൾ അങ്ങോട്ട് വിടത്തുപോലുമില്ല. അയ്യോ നോക്കി നില്ല, കുഴപ്പമില്ല, നീ അതൊക്കെ ഒന്ന് ഫേസ് ചെയ്ത് നില്ല് എന്ന് ഒരു തന്തയും തള്ളയും, അന്തസ്സുള്ള ഒരു തന്തയും തള്ളയും ഒരിക്കലും പറയത്തില്ല. ഇവിടെ മൊണാലിസ ബോസിലെ അടുത്ത് അങ്ങനെയാണ് മൊണാലിസയിലെ തള്ളയും തന്തയും പറഞ്ഞിട്ടുള്ളതെങ്കിൽ വളരെ വളരെ അധികം ഊളത്തനമാണ്. പിന്നെ അവര് മലയാളികളല്ല, അങ്ങുള്ളതാണ്. അവർക്ക് ഇതൊക്കെ ചിലപ്പോൾ ഒരു ഇതൊക്കെ ആയിരിക്കും, പോട്ട് കുഴപ്പമില്ല, നമുക്ക് റീച്ചും പൈസയും കിട്ടിയാൽ മതി എന്നായിരിക്കും. ഫെയിമും കിട്ടി, മോളൊരു നടിയായി, അങ്ങനെയൊക്കെ വന്നാൽ മതി എന്നായിരിക്കും. പ്രത്യേകിച്ച് സിനിമയല്ല മോളെ, നീ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, സിനിമയിലൊക്കെ ഇങ്ങനെ തന്നെ, നീ ഇങ്ങനെയൊക്കെ നിന്നോ, ഈ ഒരു സെറ്റപ്പിലായിരിക്കും ചിലപ്പോൾ സംസാരിച്ചിട്ടുള്ള, പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള രീതി തന്നെയാണ് ഇവിടെ മൊണാലിസ ബോസിലെ പറയുന്നത്. അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നില്ല് ഒരു സെറ്റപ്പ്. എന്തായാലും നല്ല തള്ളയും തന്നെ കേട്ടാ, കഷ്ടം. എന്തായാലും 10ലേറെ തവണ ബാഡ് ടച്ച് ചെയ്തിട്ടുണ്ടെന്ന്, മോശമായിട്ട് തന്നോട് പെരുമാറിയിട്ടുണ്ടെന്നാണ് ഇവിടെ ഈ പെൺകുട്ടി പറഞ്ഞു വയ്ക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ള ഡൗട്ട് നമുക്ക് വരും. അയാൾ അങ്ങനെ ചെയ്തതാണ്, ഇനി ഇവള് റീച്ചിന് വേണ്ടിയിട്ട്, ഫെയിമിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലൈം ലൈറ്റ് നിൽക്കാൻ വേണ്ടിയിട്ടും ഇറങ്ങാൻ പോകുന്ന പടത്തിന് പ്രൊമോഷന് വേണ്ടിയിട്ടുമാണോ ഇമാതിരി ചെയ്ത് പരിപാടി ചെയ്യുന്നത് എന്നുള്ളൊരു ഡൗട്ട് ആൾക്കാർക്ക് വരും. ആ ഡൗട്ട് എനിക്കും ഇല്ലാതില്ല. ചിലപ്പോൾ ഇറങ്ങാൻ പോകുന്ന പടത്തിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനൊരു വിവാദം വീണ്ടും ഉണ്ടാക്കിയത്. ആദ്യം കല്യാണം കഴിച്ച ഒരു വിവാദം ഉണ്ടാക്കി, അടുത്ത് ഇങ്ങനെ ഒരു
മറ്റേ പരിപാടിയിൽ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അനുഭവം, അതും ഇറങ്ങാൻ പോകുന്ന പടത്തിലെ ഡയറക്ടർ ഇങ്ങനെ മോശമായിട്ട് പെരുമാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഇറങ്ങുന്ന സമയത്ത് ആ പടത്തിന് വൺ ഹൈപ്പും വൺ റീച്ചും ജനക്കുത്തൊഴുക്കും ആയിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ഒരു ലൈം ലൈറ്റ് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് ചെയ്തതുപോലെ ചിലപ്പോൾ നിങ്ങൾക്കും എനിക്കും എനിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് പൂർണ്ണമായിട്ട് ഇവരെ അക്സെപ്റ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. പക്ഷേ ഈ സരോജ് മിശ്രയുടെ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് അത്ര വെട്ടിപ്പല്ല. അതാണ് ഇവിടെ വേറൊരു വിഷയം. അതായത് ഏതാണ്ട് 1.5 വർഷം മുന്നെയാണ് ഈ മൊണാലിസ ഭോസ്ലെ എന്ന് പറയുന്ന പെൺകുട്ടി കുംഭമേളയിൽ വന്നിട്ട് വൈറൽ താരമാവുന്നു. അതിനുശേഷം നമ്മുടെ ബോച്ചയാണ് കേരളത്തിലോട്ട് ഇറക്കി ഉദ്ഘാടനമൊക്കെ നടത്തി വീണ്ടും വൈറലാക്കി വീണ്ടും ഹൈപ്പ് കയറ്റിയൊക്കെ വിട്ടിട്ടുള്ള. അന്ന് ഈ പെൺകുട്ടിയുടെ ഒരു ബോഡി ഗാർഡ് പോലെ അല്ലെങ്കിൽ ഒരു ഗാർഡിയൻ പോലെ എന്തിനും ഏതിനും തുപ്പാനും തുമ്മാനും തൂറാനും കൂടെ ഉണ്ടായിരുന്നത് ഈ സരോജ് മിശ്രയാണ്. കൊണ്ടു നടക്കായിരുന്നു കൂടെ. ഒരു ഗാർഡിയനെ പോലെ ഒരു ബോഡി ഗാർഡിനെ പോലെ അങ്ങ് കൂടെ നടപ്പുണ്ടായിരുന്നു. അന്ന് ആ വ്യക്തി പറഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. बनी हुई मोनालिसा है और आप लोगों से जैसे मैंने कहा था कि मेरी अगली फिल्म द डायरी ऑफ मणिपुर में मैं इनको कास्ट कर रहा हूं, तो मैं इनसे मिलने के लिए प्रयागराज भी गया था और आज इनके गांव आया हुआ हूं महेश्वर और आज इनकी फैमिली के साथ അങ്ങനെ കൂടെ കട്ടയ്ക്കാണ് നമ്മുടെ സരോജ് മിശ്ര അണ്ണ ഉണ്ടായിരുന്നത്. അണ്ണൻ ക്ലീൻ ഷാവൊക്കെ ചെയ്ത് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആള് സൂപ്പർ വെടിപ്പെന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല. എന്തായാലും ഒരുപാട് സ്ത്രീകൾക്ക് ഈ സരോജ് മിശ്രയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ അതിൽ പ്രതികരിച്ചു വന്നതും മൊണാലിസ മാത്രമൊന്നും. എന്നാൽ വേറെ ഏതൊക്കെ പെൺകുട്ടികൾ ഇതുപോലെ കേസ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. ഓക്കെ, എന്തായാലും അണ്ണനെ പറ്റിയിട്ട് ഇതൊക്കെയാണ് നമുക്ക് ഇപ്പൊ പ്രാഥമികത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇത് ആ ഒരു ടൈമിൽ, അതായത് ഈ മൊണാലിസ വൈറലായ സമയത്ത് ബോച്ച് ഇവിടെ കൊണ്ടുവന്ന സമയത്ത് ആ ഒരു സമയത്ത് മൊത്തത്തിൽ അണ്ണനായിരുന്നു എല്ലാം ഓൾ ഇൻ ഓൾ ആയിട്ട് നിന്നത്. അന്ന് ബോച്ചയുടെ കൂടെ വന്ന സമയത്ത് ആ ഒരു ഉദ്ഘാടനത്തിൽ വന്ന സമയത്ത് അണ്ണൻ കൂടെ നടക്കുന്ന നമുക്കൊന്ന് കണ്ടുനോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് കാണും, കാരണം നമ്മൾ പറയുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ കണക്ട് ആയില്ലെങ്കിൽ കണ്ടുനോക്ക്. കണ്ടു കഴിഞ്ഞാൽ അണ്ണനൊക്കെ എന്ത് നീറ്റ് ക്ലീൻ ഷേവൊക്കെ ചെയ്തിരിക്കുന്നത്. ചിലവർക്ക് ഒരു ഇതുണ്ട്, താടിയും മുടിയും വളർത്തിയവന്മാരെല്ലാം കേട് കിട്ടവന്മാരാണ്. ഇതുപോലെ ക്ലീൻ ഷേവൊക്കെ ചെയ്ത് നിൽക്കുന്നവന്മാരാണ് നല്ലവന്മാരാണ്. അവന്മാരാണ് തന്തയില്ലാത്തവന്മാർ. നമ്മളെപ്പോലുള്ളവന്മാർ എന്തായാലും ഒരു പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാണ്ട് ദേഹത്ത് തൊടത്തില്ല, ചത്താലും തൊടത്തില്ല. ഉള്ള കാര്യമാണ് പറയുന്നത്. ഒരു പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാതെ, അത് സ്വന്തം ഭാര്യ ആയാൽ കൂടി അവളുടെ കൺസെന്റ് ഇല്ലാണ്ട് ദേഹത്ത് തൊടത്തില്ല. അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അവൻ തന്തയില്ലാത്തവനെന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടാ. ഇവിടെ സരോജ് മിശ്ര കൺസെന്റ് ഇല്ലാതെ തന്നെ തൊട്ടതെന്നാണ് പിടിച്ചതെന്നൊക്കെയാണ് പറയുന്നത്. ആ സ്ഥിതിക്ക് അണ്ണൻ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കോട്ടൊക്കെ ഇട്ട് ക്ലീൻ ഷേവൊക്കെ ചെയ്ത് നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവനെ പോലെ ഒരു നല്ല ഇല്ലെന്ന് പറയും. നമ്മളെ പോലുള്ളവന്മാരെ കണ്ടു കഴിഞ്ഞാൽ അവൻ കഞ്ചാവ്, അവൻ മറ്റേ കേടട്ടോ, അവൻ താടിയും മുടിയും വളർത്തി കിടക്കുന്നത് കണ്ടില്ലേ. ശരീരത്തിലുള്ള സാധനമാണ് വളർത്തുന്നത്. അതിരിക്കട്ടെ, ഞാൻ സംസാരിച്ച് വേറെ ടോപ്പിക്കിലോട്ട് കയറാം. അപ്പോൾ അണ്ണനാണ് ഓൾ ഇൻ ഓൾ ആയിട്ട് എല്ലാ ടൈമിലും ഉണ്ടായിരുന്നു, ഓൾ ടൈം ആയിട്ട്. അന്ന് അണ്ണനും കുറെ നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു. ആർക്ക്? സരോജ് മിശ്ര അണ്ണന് കുറെ നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു. ഇവൻ എന്തിന് വാല തൂങ്ങി കിടക്കുന്നു, ഇവൻ മറിച്ച തേങ്ങയാണ് മാങ്ങയാണ് തൊലിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ആ സമയത്ത് ഇവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ മൊണാലിസ ഭോസ്ലെ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. और मैं कहीं बम्बई वगैरह कहीं नहीं गई. अभी मैं मध्य प्रदेश में हूँ और कुछ एक्टिंग सीख रही हूँ, पढ़ाई सीख रही हूँ. अब जैसा सोच रहे वैसा कुछ भी नहीं है. और मेरे साथ में मेरी बहन, मेरे बड़े पापा भी है. देखो मेरी बहन है, मेरे बड़े पापा है. ऐसा कुछ नहीं है सर, जैसे लोग सोच रहे हैं ऐसा कुछ नहीं है सर. बहुत बढ़िया है, हमको हमारे पास आते हैं और उससे जैसे कुछ सिखाना चाह रहे हैं, सब कर रहे हैं. ऐसे कुछ सरोज मिश्रा सर बहुत अच्छा है, मुझे बेटी की तरह मानते हैं. आज तक जैसे लोग न्यूज में झूठी खबरें फैला रहे हैं, ये सब झूठी बातें हैं. मैंने खुद देखा है. सरोज मिश्रा बहुत इज्जतदार है, बहुत अच्छे है. उनका सौभाग्य बहुत अच्छा है, मुझे अच्छा लगा. ओके, नमस्कार. എന്തെങ്കിലും തേങ്ങ മനസ്സിലായി? എനിക്കൊരു തേങ്ങ മനസ്സിലായില്ല. എന്നാലും മനസ്സിലായ കാര്യം അങ്ങ് പറഞ്ഞുതരാം. ഈ സരോജ് മിശ്ര നാറിയാണ്, ഉളുപ്പില്ലാത്തവനാണെന്ന് നാട്ടുകാർ മൊത്തം വിളിച്ചു പറഞ്ഞ സമയത്ത് നമ്മുടെ മൊണാലിസ തന്നെ പറഞ്ഞു, ഇല്ല എനിക്ക് എൻ്റെ അച്ഛനെ പോലെയാണ്, പ്ലംബറാണ്, ഇലക്ട്രീഷ്യനാണ് എന്നുള്ള സെറ്റപ്പിൽ അങ്ങ് നല്ലതായിട്ട് പുകഴ്ത്തിയെ കൊണ്ട് അടിക്കുന്നുണ്ടായിരുന്നു. ഈ പുകഴ്ത്തി അടിച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അണ്ണനെ പറ്റിയിട്ട് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ന്യൂസ് അതിവിടെ അത് കൊടുക്കാം. സരോജ് മിശ്ര, ഡയറക്ടർ ഓഫ് ഫിലിം ഓഫ്
മഹാകുംഭ വൈറൽ മൊണാലിസ അറസ്റ്റഡ് ഇൻ റേപ്പ് കേസ്. അതായത് വേറൊരു സ്ത്രീയെ ഉപദ്രവിച്ചതിന്റെ പേരിലുള്ള കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അണ്ണന്റെ ഹിസ്റ്ററി അത്ര വെടിപ്പല്ലെന്ന് ഇപ്പൊ ഒന്ന് പിടികിട്ടിയില്ലേ. എന്തായാലും ചുമ്മാ ഒരുത്തനെ പറ്റിയിട്ട് എല്ലാ പെണ്ണുങ്ങളും വന്നിട്ട് കുറ്റം പറയത്തില്ല. ഞാൻ ഇപ്പം ഈ ലോകം കണ്ട നല്ലവനാണെന്നോ ഈ ലോകത്ത് എന്നെ പോലെ നന്മമാർ മാത്രമേ ഉള്ളൂ എന്നൊന്നും ഞാൻ പറയത്തില്ല. നമുക്ക് നമ്മുടേതായ കേടുകെട്ട സ്വഭാവങ്ങളുണ്ട്. പക്ഷെ ഒരിക്കലും അത് എന്തൊക്കെ ചെയ്താലും ഒരു പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാണ്ട് തൊടത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊടത്തില്ല തന്നെ. മനസ്സിലായി? അതിനിപ്പോ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ കൂടെ എത്ര ദിവസം, എത്ര മാസം, എത്ര വർഷം ഒരു റൂമിൻ്റെ അകത്ത് പൂട്ടിയിട്ട് കഴിഞ്ഞാലും അവളെ കൺസെന്റ് ഇല്ലാണ്ട് ദേഹത്ത് തൊടത്തില്ല. അതെന്ത് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ ഈ അണ്ണൻ വലിയ നന്മമരമായിട്ട് ഒരു ഗാർഡിയനെ പോലെ നമ്മുടെ മൊണാലിസയുടെ കൂടെ നടന്നു, ഒരു അച്ഛനെ പോലെ. ആ അണ്ണന് നെഗറ്റീവ് വന്നപ്പോൾ മൊണാലിസനെ രംഗത്തിറങ്ങി പറഞ്ഞു എന്റെ അച്ഛനെ പോലെയാണെന്നുള്ള സെറ്റപ്പിൽ പറയുന്നുണ്ട്. എന്നാൽ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അണ്ണൻ അറസ്റ്റിലായി മറ്റേ കേസിൽ. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അണ്ണന്റെ ഹിസ്റ്ററി അപ്പം അത്യാവശ്യം നല്ല ഹിസ്റ്ററിയാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് പിടികിട്ടില്ലേ. അണ്ണൻ ഒരു കില്ലാടിയാണ്. അന്ന് ആ സമയത്ത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടെ മലയാളികൾ, കേരളത്തിൽ നിന്ന് ഒരാൾ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. കുറച്ച് സമയമുണ്ട്, നിങ്ങൾ ആ കാര്യങ്ങൾ അത്രയും ഒന്ന് കേൾക്കണം. കേട്ട് കഴിയുമ്പോൾ ഏതാണ്ട് കാര്യങ്ങൾ നിങ്ങൾക്കും പിടികിട്ടും. ഈ പറയുന്ന സരോജ് മിശ്രയെ പറ്റിയിട്ടും മൊണാലിസ ബോസ്ലെ പറ്റിയിട്ടും ഒക്കെ പറയുന്നുണ്ട്. നമുക്ക് കേട്ടു നോക്കാം. മഹാകുംഭമേളയിൽ പങ്കെടുത്ത് വൈറലായ ഒരു 16 വയസ്സുകാരി തെരുവിലാണ് ആ പെൺകുട്ടി ജീവിച്ചത്. അങ്ങനെ മാല കച്ചവടം ചെയ്യാൻ വേണ്ടി കുംഭമേളയിൽ എത്തുകയും അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാക്കി ഒടുക്കം ബോബി ചെമ്മണ്ണൂർ തന്റെ കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കേരളത്തിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഇവിടുത്തെ മാധ്യമങ്ങൾ ആ പെൺകുട്ടിയെക്കുറിച്ച് റിപ്പോർട്ട് കൊടുക്കുകയും അങ്ങനെ മലയാളികളുടെ ഇടയിൽ ആ പെൺകുട്ടി സുപരിചിതയാകുകയും ചെയ്തു. അപ്പോഴാണ് മലയാളികളെല്ലാം ആ പെൺകുട്ടി ശ്രദ്ധിക്കുകയും ആ പെൺകുട്ടിയുടെ വാർത്തകളൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന സമയത്ത് ആ പെൺകുട്ടിയെ സനോജ് കുമാർ മിശ്ര എന്ന് പറയുന്ന ഒരു ഹിന്ദി സംവിധായകൻ സിനിമയിലേക്ക് എടുത്തു എന്നുള്ള ഒരു വാർത്ത അറിയുന്നത്. തെരുവിൽ മാല വിറ്റുകൊണ്ട് നടക്കുന്ന ഒരു കുടുംബം, ദാരിദ്ര്യത്തിലാണ് ഈ കുടുംബം കഴിയുന്നത്. അവിടുത്തെ 16 ഇങ്ങനെ സിനിമയിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു വാർത്ത കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ സകല ജനങ്ങൾക്കും സന്തോഷമാക്കുന്ന ഒരു കാര്യമായിരുന്നു. എല്ലാ ആളുകളും ആ പെൺകുട്ടിക്ക് ആശംസ അറിയിച്ചു. അങ്ങനെ ഈ പെൺകുട്ടിയെ നേരെ ബോംബെയിലേക്ക് ഈ സനോജ് കുമാർ മിശ്ര കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഒരുപാട് ആക്ടിംഗ് സ്കൂളിലും ഒക്കെ ചേർത്ത് ഈ പെൺകുട്ടി പഠിപ്പിക്കുന്ന വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ഹിറ്റാണ്. ആ സമയത്ത് ഇദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണം ഉണ്ടായി. അതായത് ഈ കുടുംബത്തെ മൊത്തമായിട്ട് ഈ സനോജ് കുമാർ മിശ്ര എന്ന് പറഞ്ഞ സംവിധായകൻ ട്രാപ്പ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സംവിധായകൻ അത്ര നല്ല സ്വഭാവക്കാരനല്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരികയും അങ്ങനെ ആ ആരോപണം ഉന്നയിച്ച ആളുകൾക്കെതിരെ ഈ സംവിധായകൻ കേസ് കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഈ സനോജ് കുമാർ മിശ്ര എന്ന് പറയുന്ന ഈ സംവിധായകൻ പീഡന കേസിൽ ഡൽഹി പോലീസിന്റെ കസ്റ്റഡിയിലായി എന്നുള്ളതാണ്. പീഡന കേസിൽ ഈ സംവിധായകൻ അറസ്റ്റ് ആയതുകൊണ്ട് മൊണാലിസയ്ക്ക് എന്താണ് കുഴപ്പമെന്ന് വേണമെങ്കിൽ ചോദിക്കാം. കുഴപ്പമുണ്ട്. അതായത് ഈ പെൺകുട്ടി വൈറലായി, ഈ പെൺകുട്ടിയുടെ കുടുംബം വളരെ ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത് എന്ന് ഈ ഇന്ത്യയിലുള്ള ആളുകളൊക്കെ അറിഞ്ഞതിന് ശേഷം എല്ലാ ആളുകളും ഈ പെൺകുട്ടിയും കുടുംബം രക്ഷപ്പെടണം. അതിനുള്ള ഏക മാർഗ്ഗം ഈ പെൺകുട്ടി സിനിമയിൽ അഭിനയിച്ച് പോപ്പുലറാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ സനോജ് കുമാർ മിശ്രയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ സംവിധായകൻ ഇങ്ങനെ പീഡന കേസിൽ അറസ്റ്റ് ആവുന്നത്. അതോടുകൂടി ഈ പെൺകുട്ടിയുടെ ഭാവി ഒരു വിധത്തിൽ അവസാനിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി നമുക്ക് ഈ ഒരു സംവിധായകനെ ഇങ്ങനെ പീഡന കേസിൽ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഡൽഹി പോലീസ് പറയുന്ന കാര്യം നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയതിനെ തുടർന്ന് ഈ മുന്നോട്ടുള്ള കാര്യത്തിൽ ഈ മൊണാലിസയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ സംവിധായകന്റെ ഈ പീഡന കേസിനെ കുറിച്ച് ഡൽഹി പോലീസ് പറയുന്നത് ഇദ്ദേഹം 2020 ഉത്തർപ്രദേശിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇദ്ദേഹം ബോംബെയിലാണ് താമസിക്കുന്നത്. അന്ന് ഈ ടിക്ടോക്കിലൊക്കെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ ഇദ്ദേഹം ടിക്ടോക്ക് വഴി പരിചയപ്പെടുകയും ഈ പെൺകുട്ടിയായിട്ട് ഇങ്ങനെ സൗഹൃദത്തിലാകുകയും സിനിമയിൽ അവസരം നൽകാം എന്നുള്ള വാഗ്ദാനം ഈ പെൺകുട്ടിക്ക് നൽകുകയും അങ്ങനെ ഈ പെൺകുട്ടിയെ ഉത്തർപ്രദേശിലേക്ക് വിളിപ്പിച്ച് അവിടെ റിസോർട്ടിൽ വെച്ച് മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചു എന്നാണ് ഈ പെൺകുട്ടിയുടെ പരാതി എന്ന് പറയുന്നത്. ഇങ്ങനെ തുടർച്ചയായിട്ട് ഈ ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിന് ഈ പെൺകുട്ടി നിർബന്ധിക്കുകയും അങ്ങനെ ഏകദേശം ഒരു 3 തവണ ഈ പെൺകുട്ടിയെ ഗർഭചിത്രം നടത്തുകയും ചെയ്തു എന്ന് ഈ പെൺകുട്ടി ആരോപണത്തിൽ പറയുന്നുണ്ട്. 25 ജനുവരിയിൽ ഇവരുടെ ഈ ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുകയും അങ്ങനെയാണ് ഈ പെൺകുട്ടി പരാതി കൊടുക്കുകയും ചെയ്യുന്നത്. നൽകാമെന്ന് അദ്ദേഹം ഇങ്ങനെ വാഗ്ദാനങ്ങൾ ധാരാളമായിട്ട് നൽകിയാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് കൊണ്ടുവന്ന് പീഡിപ്പിച്ചത് എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞത്. അതുകൂടാതെ തന്റെ സ്വകാര്യ ചിത്രങ്ങൾ അനവധി ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അത് കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് പലപ്പോഴും തന്നെ അദ്ദേഹം പറയുന്ന സ്ഥലത്തേക്ക് വിളിപ്പിച്ച് പീഡിപ്പിച്ചത് എന്ന് ഈ പെൺകുട്ടി പരാതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ ഡൽഹി പോലീസ് കേസെടുക്കുകയും ഇദ്ദേഹം ഡൽഹി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ ആ മുൻകൂർ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഒരു 3 തവണ ഈ പെൺകുട്ടി അബോർഷൻ ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ട് ഈ പോലീസുകാരുടെ കയ്യിൽ കിട്ടി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോലീസുകാർ അന്വേഷിക്കുന്ന സമയത്ത് അത് മുൻകൈയെടുത്ത് ചെയ്യിപ്പിച്ചത് ഇദ്ദേഹമാണെന്ന് കണ്ടെത്തുകയും അങ്ങനെ കോടതിയിൽ ആ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ ഭാഗമായി കോടതി ജാമ്യം നിഷേധിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഡൽഹി പോലീസ് നീങ്ങിയത്. ഈ സംവിധായകന്റെ 2 സിനിമകൾ നിർമ്മിച്ച ജിതേന്ദ്ര നാരായണ മിശ്ര അതുപോലെ തന്നെ വാസി റസിക്കി എന്ന് പറയുന്ന 2 നിർമ്മാതാക്കൾ അവരവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ 2 വീഡിയോകൾ പങ്കുവച്ചിരുന്നു. അത് ഈ മൊണാലിസ ബോസ്ലെയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങളായിരുന്നു. അതായത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ ഈ സംവിധായകൻ ട്രാപ്പിൽപ്പെടുത്തിയിരിക്കുകയാണ് എന്നാണ് അവർ രണ്ടുപേരും അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി പറഞ്ഞത്. അതിനകത്ത് ഇവർ പറയുന്ന ഒരു കാര്യം പറഞ്ഞാൽ ഇദ്ദേഹം സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്ന ആളാണ്. ഒരുപാട് പെൺകുട്ടികളെ ഇദ്ദേഹം ഉത്തർപ്രദേശിൽ നിന്നൊക്കെ ബോംബെയിൽ എത്തിച്ച് ഇങ്ങനെ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട്. ഇദ്ദേഹം സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആളാണ്. അതുപോലെ സെറ്റിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ്. ഇദ്ദേഹത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല. അപ്പോൾ ഈ ഒരു കുടുംബത്തെ ഇദ്ദേഹം കൊണ്ടുവന്ന് വലിയ ഗണിയിൽ കൊണ്ടുവന്ന് ചാടിക്കും എന്നുള്ള രീതിയിൽ ഈ 2 നിർമ്മാതാക്കൾ ആരോപണം ഉന്നയിക്കും. അങ്ങനെ ദേശീയ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുകയും വലിയ ചർച്ച ചെയ്യുകയും ചെയ്തു. അതിനെ തുടർന്ന് ഈ സംവിധായകൻ ഇവർക്ക് 2 പേർക്കുമെതിരെ ഡൽഹി പോലീസിലും അതുപോലെ തന്നെ മുംബൈ പോലീസിലും പരാതി നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മളെല്ലാവരും കണ്ട കാര്യമാണ് ബോബി ചെമ്മണ്ണൂർ ഈ പെൺകുട്ടിയെ കട ഉദ്ഘാടനത്തിന് വേണ്ടി കേരളത്തിൽ എത്തിച്ചു. അപ്പോൾ ഇദ്ദേഹം വഴിയാണ് കേരളത്തിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഈ പെൺകുട്ടിയെ ഫ്ലൈറ്റിൽ കൊണ്ടുവന്നതും ഇവിടെ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പറയിപ്പിച്ചതും എല്ലാം ഇദ്ദേഹമാണ്. നമ്മൾ കണ്ടതാണ് വീഡിയോകളൊക്കെ. അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞ ഒരു കാര്യമാണ് ഇദ്ദേഹം ഇങ്ങനെ കുടുംബത്തെ മൊത്തമായിട്ട് ട്രാപ്പ് ചെയ്ത് ഈ പെൺകുട്ടിയെ ഈ കുടുംബത്തെയും
മുംബൈയിലെത്തിക്കുകയും അവിടെ ആക്ടിംഗ് സ്കൂൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായിട്ട് ഹോട്ടലൊക്കെ എടുത്തിട്ട് ആ പെൺകുട്ടി അവിടെ താമസിപ്പിക്കുകയും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇദ്ദേഹം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇദ്ദേഹം ഈ കഴിഞ്ഞിടയ്ക്ക് പെൺകുട്ടിയുമായിട്ട് നേപ്പാൾ സന്ദർശിക്കുന്ന വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വലിയ ഹിറ്റായിരുന്നു. ഈ പെൺകുട്ടി എവിടെ പോകുന്നുണ്ട്, ഏതൊക്കെ ഉദ്ഘാടനങ്ങളിൽ പോകുന്നുണ്ട്, ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതെല്ലാം നിയന്ത്രിക്കുന്നത് ഈ സംവിധാനമാണ്. അതായത് പൂർണ്ണമായിട്ട് ഈ കുടുംബത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് ഇദ്ദേഹം ഈ പെൺകുട്ടിയോടൊപ്പം സഞ്ചരിച്ച് ഈ പെൺകുട്ടിക്ക് ഏതൊക്കെ വിധത്തിലുള്ള പ്രസിദ്ധി ഉണ്ടാകുന്നുണ്ട് ആ പ്രസിദ്ധിയുടെ ഒരു അംശം ഇദ്ദേഹം ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ ഈ സനോജ് കുമാർ മിശ്ര എന്ന് പറഞ്ഞ ഈ സംവിധായകനെ കേരളത്തിലുള്ള ആളുകളും അതുപോലെ ഇന്ത്യയിലുള്ള ആളുകളും കൂടുതലായിട്ട് അറിഞ്ഞത് ഈ മൊണാലിസ ബോസ് എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി മുഖാന്തരമാണ്. ഈ പെൺകുട്ടിയോടൊപ്പം സഞ്ചരിച്ച് ഈ പെൺകുട്ടിയുടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിട്ടാണ് കണ്ടത്. അങ്ങനെയാണ് ഇദ്ദേഹത്തിനെതിരെ ഈ വലിയ ആരോപണം പുറത്തു വന്നത്. ഈ ആരോപണം പുറത്ത് വന്നതിനെ തുടർന്ന് ഈ പെൺകുട്ടിയെ കൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്തു. അതായത് എനിക്ക് ആ വീഡിയോ നമ്മൾ നേരത്തെ കൊടുത്ത ആ വീഡിയോ ഏത് ഇവനെ പറ്റിയിട്ട് നല്ലവണ്ണം അച്ഛനെ പോലെയാണെന്നൊക്കെയുള്ള വീഡിയോ, ഒരു മൊണാലിസ പറയുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ. എന്തായാലും ഇവനെ പറ്റിയിട്ട് ചില്ലറ ആരോപണമൊന്നും അല്ല പുറത്ത് വന്നിട്ടുള്ള. അതുപോലെ കേസ്, അതായത് ഒരു പെൺകുട്ടിയെ ഒരുപാട് തവണ യൂസ് ചെയ്ത് അബോർഷൻ 3 വട്ടം ചെയ്ത് അങ്ങനത്തെ കേസ് അടക്കമുണ്ട്. ഇത് പുറത്ത് വന്ന കേസ്, ഇതിൽ പുറത്ത് വരാത്ത എത്ര കേസുണ്ട്. ഇപ്പൊ മൊണാലിസയുടെ വീട്ടുകാരെന്നെ പറയുന്നുണ്ട് അത് സിനിമയിൽ അവിടെ അങ്ങനെയൊക്കെ ആയിരിക്കും, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നില്ലെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. സ്വന്തം വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. എന്നാൽ സ്വന്തം വീട്ടുകാരുടെ സപ്പോർട്ട് പോലും ഇല്ലാണ്ട് വരുമ്പോൾ ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 10ലേറെ തവണ ഇവൻ മോശമായിട്ട് ആ പെൺകുട്ടിയോട് പെരുമാറി. ആദ്യത്തെ തവണ പെരുമാറി, രണ്ടാമത്തെ തവണ പെരുമാറിയപ്പോൾ തന്നെ വീട്ടിൽ അറിയിച്ചപ്പോൾ വീട്ടുകാർ പറയണം മോളെ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിന്നോ. അങ്ങനെ അതിനുശേഷം ഈ പറയുന്ന മറ്റേ ഫർഹാൻ ഖാനുമായിട്ട് റിലേഷനിലാവുന്ന, ചിലപ്പോൾ ആ ഒരു റിലേഷൻ തന്നെ മൊണാലിസ തെരഞ്ഞെടുത്തത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കാം, മേ ബി, അറിയത്തില്ല. ഈ നാറിയുടെ അടുത്തൊന്ന് രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും പുറത്ത് പോകാനായിട്ടായിരിക്കാം മൊണാലിസ ബോസിലെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് തെരഞ്ഞെടുത്തത്. എന്തായാലും അതിനുശേഷമാണ് ഇതെല്ലാം ഇപ്പൊ വള്ളത്തിലായിട്ടുള്ള. കൂടെ ഫർഹാനും കൂടി സപ്പോർട്ടിനുള്ളത് കൊണ്ട് തന്നെ പ്രസ് മീറ്റിൽ വിളിച്ചിരുത്തി ഫർഹാനെ അടുത്തിരുത്തിക്കൊണ്ട് കാര്യങ്ങളെല്ലാം മണിമണിയായിട്ട് വിളിച്ച് പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടായിരിക്കണം ചിലപ്പോൾ ഇങ്ങനെ ഒരു കല്യാണം തന്നെ ഇപ്പൊ ചെയ്ത് കോൺട്രവേഴ്സി ആക്കിയത്. പിന്നെ കല്യാണം കഴിച്ചത് വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നത് അണ്ടർ ഏജ് എന്നുള്ളൊരു കാര്യം പുറത്തു വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ രണ്ടുപേരും 2 മതത്തിലുള്ള ആൾക്കാരാണ്. ഈ ഒരു സാധനം കാരണം ലൗകിക അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് മാങ്ങാത്തൊലിയാണെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു ചർച്ച. അങ്ങനെ മൊത്തത്തിൽ കല്യാണം കഴിച്ചത് ഇവർക്ക് കുറെ നെഗറ്റീവ് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടി ഇവർ ഈ ഒരു സംഭവം കൂടി എടുത്ത് വെക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടി നെഗറ്റീവും വരും, എന്നാൽ കുറെ പേര് സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. എന്നാലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം. അല്ലാണ്ട് ഈ പറഞ്ഞതുപോലെ ഈ സരോജ് മിശ്ര എന്ന് പറയുന്നവൻ ഇത്രയും നാറിയാണെങ്കിൽ ഇവനെയൊന്നും പുറത്തു വിടാൻ പാടില്ല. ഇത്രയും നാറിയ പരിപാടി കാണിക്കുന്നവനാണെങ്കിൽ ഇവനെ എന്നും ദയവ് ചെയ്തിട്ട് ഇങ്ങനെ പുറത്തഴിച്ചു വിടരുത്. പണത്തിന്റെയും ഉന്തളിപ്പിന്റെയും പിടിപാടിന്റെ ബലത്തിൽ ഒരിക്കലും ഇവനെയൊന്നും പുറത്തു വിടരുതെന്നേ എനിക്ക് പറയാനുള്ളൂ, സീരിയസ്ലി. ഇനി ഈ സരോജ് മിശ്ര തന്നെ കുറച്ച് കാര്യങ്ങൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് കണ്ടുനോക്കാം. एक फिल्म भी मैंने बनाई द डायरी ऑफ मणिपुर, जो कि अब लगभग कंप्लीट हो चुकी है. अप्रैल महीने में फिल्म रिलीज होने वाली थी. फिल्म लव जिहाद पर आधारित थी. ये पूरी देश दुनिया को बता चुका हूँ. और इसी बीच ഇങ്ങനെ അതുപോലെ തന്നെ മൊണാലിസ വെച്ചിട്ട് ഒരു പടം ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ. ആ പടം ഇപ്പൊ ഇറങ്ങും എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു പോസ്റ്റർ മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളത്. പോസ്റ്റർ ഞാൻ ഇവിടെ കൊടുക്കാം. മണിപ്പൂർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റർ മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളത്. അത് ഒരു ലൗകികാത സെറ്റപ്പിലൊക്കെ ടച്ചിങ് ഉള്ള പടം എന്നൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്. അത് സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇട്ട ഒരു പരിപാടി ആയിരിക്കണം അല്ലെ. എന്തായാലും നോക്കാം. ആ പടം ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതുവരെ അതിന്റെ ഒരു ട്രെയിലറോ അല്ലെങ്കിൽ മറ്റ് സോങ്ങോ ഒന്നും ഇറങ്ങിയിട്ടില്ല. ഇത് ഇനി പടം കൂടായ്പാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. പെണ്ണുങ്ങളെ വശീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിനക്ക് ചാൻസ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തിയിട്ട് കുറച്ച് ഷൂട്ട് ചെയ്തിട്ട് കാണിക്കുന്ന മറ്റേ അടുത്ത പരിപാടിയാണോന്നും അറിയില്ല. ഇവനെയൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്തായാലും കേസ് കാര്യങ്ങളൊക്കെ കണ്ടില്ല, ഒരുപാട് കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെയുള്ളവന്മാരൊന്നും ഒരിക്കലും നമ്പരുത്. പ്രത്യേകിച്ച് ഇവൻ ഒരു പെൺകുട്ടിയെ മോശമായിട്ട് യൂസ് ചെയ്ത് ആ പെൺകുട്ടി 3-ലേറെ തവണ അബോർഷനായി, അങ്ങനെയൊക്കെ ഒരു കേസുണ്ട്. ആ സ്ഥിതിക്ക് ഇവന്റെ ഒന്നും അടുത്ത് ആരും പോകരുത്. ഒരു സ്ത്രീകൾ എത്ര ചാൻസ് തരാന്ന് പറഞ്ഞാൽ എന്ത് തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകരുത്. പിന്നെ ഇതൊക്കെ അംഗീകരിച്ച് ഇവന്റെയൊക്കെ കൂടെ പോയി കിടക്കുന്ന ടീമുകളുണ്ട്, അവർക്കൊന്നും കുഴപ്പമില്ല. അല്ലാതെ മാന്യമായിട്ട് ജീവിക്കുന്ന പെൺകുട്ടികളായിരിക്കും ഇതുപോലെ പ്രതികരിക്കുന്നത്. പക്ഷെ ഇവിടെ മൊണാലിസ ബോസിലയുടെ ഭാഗത്തുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേട്ടപ്പോൾ തന്നെ അന്താളിച്ചു പോയി. സ്വന്തം മോൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ സ്വന്തം വീട്ടുകാർ അത് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് സിനിമയൊക്കെ അല്ലേ എന്ന് പറയുമ്പോൾ ആ വീട്ടുകാരുടെ മൈൻഡ് സെറ്റാണ് ഞാൻ ആലോചിക്കുന്നത്. മോക്ക് ഫെയിമും പൈസയും കിട്ടിയാൽ മതി, അത് വെച്ച് ഞങ്ങൾക്ക് ജീവിക്കാമെന്ന് ചിന്തിക്കുന്ന വൃത്തികെട്ട വീട്ടുകാരുള്ള നാടായി പോയല്ലോ ആ നാട്. അതിപ്പോ ഇവിടെയും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വീട്ടുകാരെ കാണും, ഇല്ലെന്നൊന്നും പറയുന്നില്ല. സ്വന്തം മക്കളെ വരെ വിറ്റ് ജീവിച്ചിട്ടുള്ള ചരിത്രം നമ്മുടെ നാട്ടിലുമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രയും വൃത്തികെട്ടവളുമാരും ഈ ലോകത്ത് ഇനി ബാക്കിയാകുന്നുണ്ട്. എന്തായാലും ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. ഇവൻ ഇത്രയും വലിയൊരു നാറിയാണെങ്കിൽ ഇവനെ പോലെ ഉള്ളവന്മാരെ ഉറപ്പായിട്ട് ഈ പുറത്തിറങ്ങി നടക്കാൻ സമ്മതിക്കില്ല, പൂട്ടിയിടണം. എവിടെ? ജയിലിൽ. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.